AADMK നേതാവ് സെങ്കോട്ടയ്യൻ നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രി കഴകം പാർട്ടിയിൽ ചേർന്നു എന്ന വാർത്തയാണ് വരുന്നത്. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അംഗത്വമെടുത്തത്. MGRനും ജയലളിതയ്ക്കുമൊപ്പം പ്രവർത്തിച്ച നേതാവാണ് സെങ്കോട്ടയ്യൻ. 6 പതിറ്റാണ്ടിന് മുകളിൽ രാഷ്ട്രീയ പരിചയമുള്ള, പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ്. TVKയെ സംബന്ധിച്ച് ഒരു തലമുതിർന്ന നേതാവ് തമിഴക വെട്രി കഴകത്തിലേക്ക് എത്തുകയാണ്. വിജയ്ക്കൊപ്പം, അല്ലെങ്കിൽ വിജയ് എന്ന പേരിനപ്പുറത്തേക്ക് മറ്റു പേരുകളൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ചർച്ചയ്ക്കെടുക്കാത്ത, അല്ലെങ്കിൽ മുഖവുരക്കെടുക്കാത്ത ഒരു ഗതി തമിഴക വെട്രി കഴകത്തിന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിജയ്ക്ക് അപ്പുറത്തേക്ക് തമിഴക വെട്രി കഴകം എന്ന പാർട്ടി ഇനിയും വളർന്നിട്ടില്ല എന്ന് പറയുന്നവർക്ക് ഒരു മറുപടിയാണ് ഇപ്പോൾ സെങ്കോട്ടയ്യന്റെ തമിഴക വെട്രി കഴകം പാർട്ടിയിലേക്കുള്ള പ്രവേശം എന്ന് പറയുന്നത്. 1975 രാഷ്ട്രീയ പ്രവേശം നടത്തിയ ആളാണ്. പിന്നീട് MLA ആയി ഏറെക്കാലം MLA ആയി പ്രവർത്തിച്ചു. അതോടൊപ്പം MG രാമചന്ദ്രനൊപ്പം, MGRനൊപ്പം, MGR മന്ത്രിസഭയിലും ജയലളിത മന്ത്രിസഭയിലും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത നേതാവ് കൂടിയാണ് KS സെങ്കോട്ടയ്യൻ എന്ന് പറയുന്നത്. റവന്യൂ മന്ത്രിയായി ജയലളിത സർക്കാരിൻ്റെ കാലത്ത്, ജയലളിത മന്ത്രിസഭയിൽ റവന്യൂ മന്ത്രിയായും, ഒപ്പം IT മന്ത്രിയായും, MGR മന്ത്രിസഭയുടെ കാലത്തും വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിട്ടൊക്കെ പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവ് കൂടിയാണ്. ഏറ്റവും അവസാനം MLA സ്ഥാനമടക്കം രാജിവെച്ചുകൊണ്ടാണ് AADMK എന്നും പുറത്താകുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നത്. പുറത്താക്കുന്ന നടപടി വരെ സ്വീകരിച്ചു എന്നുള്ളതാണ്. AADMK ഏറെക്കാലമായി പരിചയമുള്ള, അത്രത്തോളം പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവിനെ AADMK കൈവിട്ടു എന്നുള്ളത് തന്നെയാണ് AADMKയുടെ വളർച്ചയെ സംബന്ധിച്ച് ഒരു വലിയൊരു തിരിച്ചടി വരാൻ പോകുന്നതെന്ന് ഉറപ്പിച്ച് പറയാനാകും. അതോടൊപ്പം സെങ്കോട്ടയ്യൻ AADMKയിലെ കുടുംബ രാഷ്ട്രീയത്തെക്കുറിച്ചും വലിയ രീതിയിൽ ആരോപണം ഉയർത്തിയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. DMK പോലെ തന്നെ AADMKയും AADMKയിലും കുടുംബ രാഷ്ട്രീയം അത്രത്തോളം തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതും കൂടിയാണ് ഇതിനെ സംബന്ധിച്ച് സെങ്കോട്ടയ്യൻ AADMKക്കെതിരെ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും വിജയ്ക്കൊപ്പം തമിഴ്നാട്ടിൽ കണ്ടുപരിചയമുള്ള തലമുതിർന്ന ഒരു നേതാവ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയിലേക്ക് എത്തുന്നത്. ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ് ചെയ്തത് വിജയ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കും. കാരണം പറയത്തക്ക പാരമ്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ഖ്യാതിയില്ലാത്ത ഒരുപാട് പ്രവർത്തകർ മാത്രമുണ്ടായിരുന്ന തമിഴക വെട്രി കഴകത്തിൽ വിജയ് എന്ന ആ ഒരു നേതാവിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് നേതാക്കളൊന്നും ഇല്ലാതിരുന്ന തമിഴക വെട്രി കഴകത്തിന് ഇപ്പോൾ തമിഴ്നാടിൻ്റെ സ്പന്ദനമറിയുന്ന, തമിഴ്നാട്ടിലെ ഒരു മണ്ഡലത്തിൽ ഏറെക്കാലം MLA ആയിരുന്ന പ്രവൃത്തി പരിചയമുള്ള ഒരു രാഷ്ട്രീയക്കാരൻ, തലമുതിർന്ന രാഷ്ട്രീയക്കാരൻ എത്തുമ്പോൾ വരാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം തമിഴക വെട്രി കഴകത്തിന് എത്രത്തോളം മുന്നേറ്റമുണ്ടാകുന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.